എല്ലാവർക്കും ചോളപ്പനാട്ട സമരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീണ്ടും 1 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യൂട്യൂബിൽ വന്നേക്കുവാണ് മച്ചാന്മാരെ. അപ്പോൾ ജുവലൊക്കെ വന്നിട്ടുണ്ട്. ജുവൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്? പാർട്ടി അല്ലേ? പാർട്ടി ടൈം. നമ്മുടെ അലക്സാന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറ്റും നമ്മൾ. അപ്പം കളറൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ബോസിന്റെ സ്പീക്കറിൽ നല്ല ബാസിൽ അങ്ങോട്ട് പാട്ട് വെക്കൂലേ? സെറ്റ്. അപ്പം നല്ല സൗണ്ടിൽ പാട്ട് വെക്കാൻ പോവാണ്. ജുവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്സും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഏഞ്ചലുണ്ട്. വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ അവര് താഴെയായിരുന്നു. താഴെയാണ്. അപ്പൊ നമുക്ക് ഇനി പാട്ട് വെക്കാം. റെഡി? നമ്മുടെ ഡീജന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് സമയം സത്യം പറഞ്ഞാല് 10:33 കേട്ടോ. 10:30 സത്യം പറഞ്ഞ നിങ്ങളെപ്പോഴും ഇവര് 7:30 വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ മറന്നു. ഭയങ്കര ബിസി ആയിരുന്നു. നമ്മള് ചോറ് കഴിച്ച് ചിക്കൻ ഫ്രൈ കഴിച്ച് അങ്ങനെ കുറെ കഴിച്ചു. വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ നമ്മൾ ഇവിടെ കുത്തി സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ബോസിന്റെ സ്പീക്കർ. അപ്പോൾ നമുക്കിനി ജോലെ പാർട്ടി തുടങ്ങാം. അപ്പോൾ നമുക്കിനി അലക്സനോട് ലൈറ്റിന്റെ കളർ മാറ്റാൻ പറയാം. നമ്മൾ കളർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ DJ പാർട്ടി കഴിഞ്ഞല്ലേ ജുവൽ? പിന്നെ എന്താണ് ഇവര് സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ നേരം ഞാൻ കുറേ സിനിമ കാണുമായിരുന്നു. ഇവര് കണ്ട് ഇവിടെ മുഴുവൻ ഞാൻ ക്ലീനാക്കി വെച്ചത് മുഴുവൻ അലമ്പാക്കിയിട്ടുണ്ട്. ഇതെന്താ വേണ്ട ഇവിടെ കളറൊക്കെ കൊണ്ടുവന്നപ്പോൾ കളറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പം ജുവലെ നീ വരുമ്പം എപ്പോഴേലും സാധനം ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധനം. അവിടെ ബോക്സ് അവിടെ പെട്ടി ഉണ്ടല്ലോ. തപ്പി കണ്ടുപിടിക്കാൻ സിനിമയാണ് പരീക്ഷണം നടത്തി. എന്തായിരുന്നു ജുവലെ? കാണിച്ചു വിട്. ആ നീ പറ നീ ചെവി വെച്ച ട്രിക്ക് കാണിച്ചു ഒന്നുകൂടെ. ഓക്കെ ഞാൻ പറയാം. നീ ചെവി കൂടെ നോക്ക്. ഓക്കെ റെഡി? അപ്പൊ ഇവരുടെ ഗിഫ്റ്റ് ഞാൻ പണ്ടുണ്ടാക്കി വെച്ചാണ്. ജുവൽ ഗിഫ്റ്റ് വാ. ഇത് ഏഞ്ചൽ താഴെയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ മുകളിലുണ്ട്. ഇത് ജുവൽ എന്നാ തുറന്നു നോക്ക്. അതേപോലെ പാക്കും ചെയ്തോ. ഓ മൈ ഗോഡ്. എൻ്റെ ഉള്ളിലുണ്ട് ഈസ്റ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്. സ്റ്റിക്കർ ഒന്നുമല്ല, പശ ഒട്ടിക്കണം. Not good enough. It's not good enough. അതിൻ്റെ ഉള്ളില് നമ്മുടെ ഉണ്ട്. ഓ അതൊക്കെ ചുരുങ്ങിപ്പോയിണ്ട്. ഇത് ഞാൻ വരച്ചത്. എന്നാൾ ഇതുപോലത്തെ ജുവൽ എനിക്ക് വരച്ചത്. അതുപോലത്തെ തന്നെ ഞാൻ അതേപോലെ നോക്കി കോപ്പി അടിച്ചു. ഇത് ഇവള് വരച്ചുണ്ട്. അത് സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പീൽ ഓഫ് ചെയ്യണ്ട. അടുത്തത് അത് പീൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് തുറന്ന് നോക്ക്. ഓ മൈ ഗോഡ്. എന്ത് ഓപ്പൺ? നമ്മളിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്തായിരിക്കും? ഓ മൈ ഞാൻ വരച്ചല്ല കേട്ടോ സത്യം പറഞ്ഞാല്. അയ്യോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വരച്ചല്ല കേട്ടോ ഗൈസ്. ഇത് സത്യം പറഞ്ഞാൽ ടെസ് വരച്ചതാണ് സത്യം പറഞ്ഞാൽ. ഞാനില്ല ഇങ്ങനത്തെ പൊട്ട സാധനം വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എത്ര എണ്ണമൊക്കെ കിട്ടിയെന്നാണെന്ന് പറഞ്ഞു. നമുക്കൊരു ബണ്ണീൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവൻ എന്നെ കോപ്പി അടിച്ചതാണ്. ഇത് ഉണ്ട്. നമുക്കാണെങ്കിൽ ഒരു ബണ്ണീൻ്റെ ഷേപ്പിലുള്ള ഒരു ഇതുണ്ട്. നമുക്കാണെങ്കിൽ ഒരു ബേർഡിൻ്റെ ടൈപ്പുള്ള ഒരു പക്ഷിയുണ്ട്. നമുക്കൊരു പൂ പോലെയുള്ള ഒരു സാധനമുണ്ട്. പൂ തന്നെയാ. പിന്നെ ഒരു ലീഫും. ഇത് കളർ ചെയ്യുന്ന നിങ്ങൾക്ക് കാണണമെങ്കിലാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് വാട്ട്സ് യുവർ ഫേവറേറ്റ് വൺ. ഓക്കെ
ഇതിലേതാ നിങ്ങളുടെ ഫേവറേറ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6 ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, ഇന്ന് ഡേ 2 ആണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ്. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്നല്ലേ? അപ്പം ഇവരൊക്കെ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കിടന്നായിരുന്നു. ഡോളിന് ഡ്രസ്സില്ലാണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. അപ്പൊ ഇന്ന് ഡേ 2 ആണ്. പിന്നെ ചായ കുടിക്കണം, ഇനി പണി തുടങ്ങണം. ചിലപ്പോ പാർക്കിലും പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഡേ 1, ഇന്ന് ഡേ 2. അപ്പൊ ഇന്നലെ ഇവർ ഇവിടെ കടന്നു കേട്ടോ. സത്യം പറഞ്ഞാല് ലജുവല എങ്ങനെ ഉണ്ടായിരുന്നു കടന്ന് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഡബിൾ ഡക്കർ ബെഡിലാണ് കേട്ടോ ഗൈസ് കടന്നത്. ജോലി താഴെ, ഞാൻ മുകളിൽ. അങ്ങനെയാണ് കടന്ന് പിന്നെ നേരം വിളിക്ക്. ഇപ്പം ഏകദേശം സമയം 8:30 എങ്ങാണ്ടായി. 9 മണിയായിട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പാർക്കിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അറിയത്തില്ല, ചിലപ്പോൾ പാർക്കിൽ പോകും കേട്ടോ. ഇപ്പം പാർക്കിലും പോകും ചിലപ്പം. ഇവരെല്ലാം പണിയിലാണ്. ഇന്നലത്തെ DJ പാർട്ടിയും പരിപാടി കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് ഐപ്പാടും കാര്യങ്ങളൊക്കെ സ്പീക്കറും എല്ലാം ഇവിടെ വെച്ചിട്ട് പോയി താഴെ വെക്കാൻ ജോല. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താ? ചായ കുടിച്ചാ? ജോലും ഏഞ്ചലും ടെസും ഒക്കെ ചായ കുടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ പാർക്കിൽ വന്നേക്കുവാണ് കേട്ടോ. പാർക്കിൽ വന്നേക്കുവാണ്, എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെയാണ് കേട്ടോ. അവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ടെസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചല് അപ്പുറത്തുണ്ട്. അതാണ്ട് ഏഞ്ചൽ അവിടെ ആടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഏഞ്ചൽ അവിടെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ജുവൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ കാണും. ജുവലിനെ ഉന്തിയിട്ടിട്ട് ഇപ്പം ജുവൽ വീട്ടിൽ പോയേക്കുവാണ്. അപ്പം പാർക്കിൽ വരാനുള്ള മൂഡില്ല. ജുവല് വീട്ടിൽ പോയേക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ടെസ് ജുവലിനെ ഉന്തിയിട്ടുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. അപ്പം ജുവല് വീട്ടിൽ പോയി. സോ ഇതാണ് പാർക്ക്. ഞാൻ ഐസ്ക്രീം തിന്നുവാണ്. നമ്മുടെ ലൈമിൻ്റെ. ഓ മൈ ഗോഡ്, ഏഞ്ചൽ കണ്ട അവിടെ നിൽക്കുക. ഏഞ്ചൽ, ഐസ്ക്രീം എങ്ങനെയുണ്ട്? പൊളി. ഏഞ്ചല ജമ്പ് ചെയ്യും, അത് തന്നെ. ഏഞ്ചൽ, അയ്യോ സത്യം പറഞ്ഞ ജുവലിന് സത്യം പറഞ്ഞ പേടിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇറങ്ങും. ജുവലിന് സത്യം പറഞ്ഞ പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 100 വട്ടം കയറിയിട്ടുള്ള കുഴപ്പമില്ലാന്ന്. ഇപ്പം എന്താണ്ട് കയറാൻ നിൽക്കുള്ളൂ. നേരത്തെ പേടിയായിരുന്നു, അതുകൊണ്ട് കയറാൻ വെയിറ്റ് ചെയ്ത് കൊതിച്ച് നിൽക്കുന്നു. ജുവൽ എങ്ങനെയുണ്ട്? പേടി പോയോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, പേടി പോയി. ഓ മൈ ഗോഡ്, എൻ്റെത്. ചാടിക്കോ, ഒന്നും നോക്കണ്ട, ചാടിക്കോ. ഓ മൈ ഗോഡ്,
ഗോഡ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ ട്രിപ്പിന് ഞാൻ ഒറ്റയടിക്ക് ജമ്പ് ആയിരുന്നു. അത് ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് അവിടെ കൊണ്ടുപോട്ടോ. ഏഞ്ചൽ കം ഓൺ. ഓക്കേ ഏഞ്ചൽ റെഡി ജമ്പ് ചെയ്തോ. അങ്ങനെ ഉണ്ടായിരുന്നു. ജൂല ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. അവിടെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണോ? കളിക്കണ്ട, അവിടെ ഈ സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഗൈസ് ജുവലൊക്കെ ഇറങ്ങുവാണ്. ജുവൽ ഇറങ്ങുവാണ്. ഓ മൈ ഗോഡ്, ഇറങ്ങുവാണ്. ഇത് വന്നപ്പോ നമ്മുടെ കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ഞാൻ ഇവർക്ക് ഏഞ്ചലിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ജുവലിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചു കൊടുത്ത് കാണിച്ചു തരാം. കാണുന്നതാണ് ജുവലിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ, മേക്കപ്പ്. ജുവലിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് നമുക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയില്ല. ജുവൽ സത്യം പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല. ജുവലിന്റെ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയില്ല, കാരണം തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഗിഫ്റ്റ് എടുത്തില്ല. ഗിഫ്റ്റ് എടുത്താ ഓക്കെ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കാർ, ഇതിന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നതാണ് കേട്ടോ അവരുടെ കാർ. പക്ഷെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്കുണ്ടോ? രണ്ടും ഫോർഡ് ഫോക്കസ് ആണ്, എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഇതും ആ ഒരു എല്ലാം വ്യത്യാസം കണ്ടോ? നല്ല വ്യത്യാസമുണ്ട് ഇതും അതും. സംഭവം വേറൊന്നുമല്ല, ഇതാണ് പുതിയ മോഡൽ, അത് പഴയ മോഡലാണ്. അതുകൊണ്ടാണ്. ഏഞ്ചൽ ബൈ പറ. അതാ ജുവലിന്റെ ഗിഫ്റ്റ് മുഴുവൻ ജുവലിന്റെ ഗിഫ്റ്റ് മുഴുവൻ. അപ്പൊ ശരി ജുവൽ ചെയ്തു വെച്ചേക്കുവാണ്. കണ്ടോ, ഉള്ളിയും തുറക്കാൻ പറ്റില്ല. വണ്ടി ഓടുമ്പോ നീ അത് ചെയ്യും, നീ കടന്ന് പുറത്ത് കിടക്കും. എല്ലാരും സെറ്റായി. ജുവൽ ബൈ. അപ്പം അടുത്ത ദിവസം വീണ്ടും ജുവലെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മള് ലെസ്റ്റർ, ഇവർ ലെസ്റ്ററിലാണ്, ഞങ്ങള് ഗ്രാന്തത്തിലുമാണ്. സത്യം പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ളതുണ്ട്. അതുകൊണ്ട് അടുത്ത ഒരു സിനിമ ഇറങ്ങുമ്പോൾ ലെസ്റ്ററിൽ പോയി കാണാൻ ഞങ്ങളും ഇവരും ഉണ്ട് കേട്ടോ. അവരുടെ വീട്ടിലേക്ക് പോകും അടുത്ത പ്രാവശ്യം സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ജോൺസ് കുര്യൻ, ജുവൽ, സറ ആൻഡ് ഏഞ്ചൽ signing. Oh, bye.